എല്ലാവർക്കും നമസ്കാരം. ഇതല്ലേ നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ചെക്കൗട്ടായി പോവുകയാണ്. ഈ പറഞ്ഞവളൊക്കെ ഇന്നലെ വൈകിട്ട് നമ്മൾ കുറേ കാഴ്ചകളൊക്കെ വന്നിട്ട് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചെക്കൗട്ടാണ്. ഇപ്പം നേരെ പോകുന്നത് നമ്മൾ തൊട്ട് താഴെ ഒരു മൗണ്ട് മാർത്ത ടൗൺ സെൻറ്ററിൻ്റെ അവിടെ നല്ല ഒരു ഈ ബീച്ച് ബോക്സസ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. പ്രൈവറ്റായിട്ട് ഇങ്ങനെ നമുക്ക് മേടിച്ചിട്ട് നമ്മുടെ എക്യുപ്മെൻസൊക്കെ അവിടെ വെച്ച് ബീച്ചിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ആദ്യം പോയി കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ ലോക്കൽ കാഴ്ചകളൊക്കെ എന്തെങ്കിലും കൊണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് ഹൃദയമായ സ്വാഗതം. എങ്ങനെയാണ് താമസമൊക്കെ? അടിപൊളിയല്ലേ? എങ്ങനെയല്ല ജിയോ മേടിക്കാൻ തീരുമാനിച്ചോ? വീട് മേടിക്കാന്നല്ല പറഞ്ഞത്? അടിക്കാൻ മേടിക്കല്ലേ? ലോട്ടറി അടിച്ചില്ല, ഞാൻ മേടിക്കുക. അപ്പോൾ നമ്മൾ വീടൊക്കെ നീറ്റാക്കിയിട്ട് നമ്മൾ പതുക്കെ ചെക്കൗട്ട് ചെയ്ത് പോവാണ്. ഒരു ദിവസം നൈറ്റ് ഒരു രൂപം കൊണ്ടായത് അടിപൊളിയായിരുന്നു അല്ലേ? ഒരാൾ ഇവിടെ ഭയങ്കര ബിസിയാണ്. പിന്നെ പാത്രമൊക്കെ കഴുകി സെറ്റപ്പാക്കല്ലേ? ഡിഷ് വാഷ് ഉള്ളതുണ്ടല്ലേ? ഇവിടെ ഒരു ചെറിയ കിച്ചൺ ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ വീഡിയോക്ക് നമ്മളത് കാണിച്ചെന്ന് തോന്നുന്നില്ല. നല്ല അല്ലേ? ഒരു സെക്കൻഡ് കിച്ചൺ അടിപൊളിയാണ്. ഇതാകുമ്പോൾ കോഫി മെഷീനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങിയാലോ? എല്ലാം സെറ്റാക്കുക അല്ലേ? എല്ലാം സെറ്റാക്കുക അല്ലേ? എല്ലാം ബേസ്മെൻ്റൊക്കെ എനിക്ക് കളയണം. കുറച്ച് പരിപാടികളുണ്ട്. അടിപൊളി വീടായിരുന്നു അല്ലേ? നല്ലതല്ലേ? ഭയങ്കര രസമല്ലേ? ഈഷ പോയാലോ? എല്ലാം സെറ്റല്ലേ? ഇവിടെ നല്ല വ്യൂ ആണ്. അതിനെ കാണാൻ ഭയങ്കര രസം. ഇതാണല്ലേ ഇവിടെ നല്ല ഇന്നലെ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇരുളുമയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നല്ല കിടുക്കനായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ ഒരു അത്തി ഇവിടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നല്ല ക്വയറ്റ് നെയ്ബർഹുഡാണ്. ഇതിൻ്റെ മുകളിൽ കയറുന്ന കഴിഞ്ഞാൽ നമുക്ക് ബീച്ചെല്ലാം ഇവിടെ നിന്നാലും ചെറുതായിട്ട് കാണുന്നില്ലേ? ബീച്ചെല്ലാം നമുക്ക് കാണാം. ഇവിടങ്ങളിലൊക്കെ എല്ലാം വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ വീടുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഏകദേശം മില്യൺസ് മേളിൽ വീഴും. പ്രത്യേകിച്ച് ഈ വീട് ഞാൻ ഇന്നലെ ഞങ്ങളെ മൗണ്ട് മാർത്തെ ഫുഡ് മേടിക്കാൻ പോയപ്പം അവിടെ നോക്കിയപ്പം വീടുകൾക്കെല്ലാം നല്ല വിലയാണ്. ഏകദേശം 1 മില്യൺ മേളിലാണ്. എല്ലാം 1-1.5 മില്യൺസാണ് കേട്ടില്ല. എല്ലാം ഒരുമാതിരി നല്ല പോഷ് വീടുകളാണ്. നമ്മളെ ബീച്ചിൻ്റെ അവിടെ വന്നു. നമ്മളെ ഈ സാധനം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ബാത്തിങ് ബോക്സസ് എന്നോ ബീച്ച് ബോക്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഷെൽട്ടറുകളാണ്. അതായത് ഈ ബീച്ചിൽ ഇവിടെ ഇറങ്ങാൻ വരുന്ന ആൾക്കാർക്ക് പ്രൈവറ്റായിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് മേടിക്കാം. അവരുടെ ആയിരിക്കും പെർമനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവരിവിടെ വരുമ്പം അവരുടെ സാധനങ്ങൾ വെക്കാനും എക്യുപ്മെൻറ്റ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കയാക്കിങ് പോലുള്ള സാധനങ്ങളൊക്കെ വെക്കാനും അവരുടെ തുണിയൊക്കെ ഈ ബീച്ചിൽ ഇറങ്ങാൻ വെക്കാനൊക്കെ ഉള്ള ഒരു സംഭവമാണിത്. കണ്ടത് ഈ സാധനം ഫോർ സെയിലാണ്. ചെറിയ ഡെക്കും കസേരയൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. പക്ഷേ കിടക്കാനൊന്നും പറ്റില്ല. വാട്ടർ ഫെസിലിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ടോയ്ലറ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതല്ലേ അതിൻ്റെ രസമില്ല. എന്നാ ബ്യൂട്ടിയാണെന്നറിയാം. കാരണം കളർഫുള്ളാണ്. ഇതിങ്ങനെ ഈ മോർണിംഗ് പെൻസിലോടെ പല ബീച്ചുകളും പല ഭാഗത്തും ഉണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ സേഫ്റ്റി ബീച്ച് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് വന്ന് തോന്നുന്നുണ്ടല്ലേ? അതായത് ഇതിങ്ങനെ ഭയങ്കര കളർഫുള്ളാണ്. ഭയങ്കര രസമുണ്ട് കണ്ടല്ലേ? ആ ബീച്ചിൻ്റെ ബ്യൂട്ടി ഇതൊക്കെ നുകർന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം കണ്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്തിങ് ബോക്സസ്, അതല്ലെങ്കിൽ ബീച്ച് ബോക്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ബാത്തിങ് ബോക്സാണ് സാധാരണ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നുണ്ടല്ലേ? ഭയങ്കര കളർഫുള്ളാണ്. ഒരു ഹിസ്റ്റോറിക്കായിട്ടൊരു സംഭവം കൂടെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റും. ഭയങ്കര രസമുണ്ട്. ഈ സ്ഥലത്തിന് എൻ്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ മോർണിംഗ്ടൺ പെനിൻസുല എന്നാണ്. അതായത് 4 സൈഡും ഏകദേശം സറൗണ്ടഡ് ബൈ വാട്ടർ. അതുകൊണ്ടാണ് ഏകദേശം ഈ പെനിൻസുല എന്നുള്ളൊരു പേരൊന്നെന്നാണ് തോന്നുന്നത്. ഇതൊരു ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് ഇതുവഴി പോകുമ്പോഴത്തേക്ക്. കാരണം ഏറ്റവും അടുത്ത് മെൽബൺ അടുത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് ഈ മോർണിംഗ്ടൺ. അതിൻ്റെ സറൗണ്ടിങ്സും ഇഷ്ടംപോലെ നല്ല വൈനറീസ് ഉണ്ട്, നല്ല മനോഹരമായ ബീച്ചസ്. അതായത് റോഡിൽ കൂടെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് നല്ല മനോഹരമായ ബീച്ച് കാണാൻ പറ്റും. ആ ബീച്ച് നമുക്ക് എത്ര വേണ്ടി സ്പെൻഡ് ചെയ്യാം. എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള വാട്ടർ, അങ്ങനെയുള്ള ഒത്തിരി ആക്ടിവിറ്റീസ്. പിന്നെ നല്ല വൈൻയാർഡ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ആർദർ സീറ്റ് ഉണ്ട്. പിന്നെ പിള്ളേർക്കുള്ള അഡ്വഞ്ചർ പാർക്ക്, പിന്നെ നല്ല ഹോട്ട് സ്പ്രിങ്സുകൾ. ഇതെല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധമായ അല്ലെങ്കിൽ കാഴ്ചകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു ടൗണാണ് ഈ മോർണിംഗ്ടൺ പെനിൻസുല എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളെ
ബീച്ച് ഹൗസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയത് നേരെ അഡ്വഞ്ചർ ഗാർഡനിലോട്ടാണ്. അതായത് നമ്മുടെ ആർദർ സീറ്റിൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ അഡ്വഞ്ചർ ഗാർഡൻ എന്ന് പറയുന്നത്. നല്ല മേസുകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രീ ടോപ്പ് ചലഞ്ച്, ഇങ്ങനെയുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്. അത് നല്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മൾ മോർണിംഗ് ടൈം സന്ദർശിക്കുമ്പോൾ പിള്ളേരെ കൊണ്ട് വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ എൻചാൻറ്റഡ് അഡ്വഞ്ചർ ഗാർഡൻ. നമ്മൾ നമ്മുടെ ആ പിള്ളേരെ അഡ്വഞ്ചർ ഗാർഡനിലൊക്കെ കയറിയിട്ട് അവർ കയറുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന്, അതായത് ഒരു ഓട്ടോ മ്യൂസിയം അല്ലേ, 50 നല്ല കാറൊക്കെ ഉണ്ടെന്നോ, അതായത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ നോക്കാം. ബിബിന് ഈ പഴയ കാറൊക്കെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് നമുക്കിത് അത് ബിബിന് പുറത്താണ് കാണാനായിട്ട്. ആണല്ലേ, കിടുക്കൻ അല്ലേ സംഭവം. നമുക്ക് അകത്തോട്ട് കയറിയാലോ. മറ്റേ ബഗി അല്ലേ ആ സാധനം, ഈ നമ്മളെ വഹിച്ചുകൊണ്ട് പോകുന്ന സാധനം അല്ലേ. ഇവിടെ പഴയ കാളവണ്ടിയൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പഴയ അംബാസഡറിൻ്റെ മോഡലൊക്കെ ആയിരിക്കും സംഭവങ്ങളല്ലേ, കൊള്ളാം. നമുക്ക് അതിനകത്തോട്ട് കയറാം. ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു വിസിറ്റ് ആയിരുന്നു അല്ലേ. ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട് അവിടെ എല്ലാം അല്ലേ. ഇവിടെ എല്ലാം ചെറിയ ഈ നമ്മുടെ ഇഷ്ടം പോലെ കാറുകൾ, പല വെറൈറ്റി ഉള്ള കാറുകൾ അകത്തോട്ടോട്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ പഴയ ടാക്സി വണ്ടികൾ. ഇത് വളരെ ഇത് ജോക്കട്ട നിനക്ക് വേണോ ഈ വണ്ടി? ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ് ഇത് കണ്ടോ. ഇത് ഫോണിൻ്റെ ജീപ്പാണ്. 1944 എത്ര വർഷം പഴക്കമുള്ളതല്ലേ, നമ്മളെ ജനിച്ചിട്ട് പോലും ഇല്ല. ഇത് വേറെണ്ട്, അതിൻ്റെ ചെറിയ മോഡൽ ഫോണൊക്കെയുള്ള സാധനം. അതും കൊള്ളാം അല്ലേ. ഒരു വുഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുള്ളത് ഇത് കണ്ടോ, വുഡ് കൊണ്ട്. അതെ, പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അടിപൊളി. ഇവിടെ നമ്മുടെ വെസ്പായോ ഏതാണ്ടൊക്കെ സ്കൂട്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ സൈഡ് മുഴുവൻ സ്കൂട്ടറുകളാണ്. പിള്ളേർക്കേ പറ്റിയ കാറുകളൊക്കെ ഇഷ്ടം പോലെ. എന്ത് ഇത് ഇഷ്ടമുള്ളവർക്ക് എന്നാ ക്രേസ് ആണെന്നറിയോ. അത് ഇഷ്ടമുള്ളവർ വേണം. ഇത് മുമ്പ് പറഞ്ഞ ബിരുവൊക്കെ ആണെങ്കിലേ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് സംഭവം. ഇതാണ് ടൈറ്റാനിക്കിൻ്റെ മോഡൽ, കണ്ടില്ലേ, പൊളിയല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇത് ക്യൂൻ മേരി ലിവർപൂൾ, അതും ഭയങ്കര ക്രൂസ് ഷിപ്പ് അല്ലേ, ഭയങ്കര ഇതാണ് സംഭവം. ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതെ അതെ, ഉണ്ടാക്കി ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര രസമുണ്ടത്. അതെ, സേവ് ചെയ്യുന്ന ബോട്ടുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതെ, നമ്മുടെ സ്വന്തം നാട്ടിലെ ഓട്ടോ അല്ലേ, ഓട്ടോ. നമുക്കൊരു ടക്ക് ടക്ക്, ഇവര് പറയുന്ന ടക്ക് 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 തന്നെ ഓട്ടോ നമ്മുടെ നാട്ടിലെ. അതെ, അത് കൊള്ളാം അല്ലേ, ഓട്ടോ കൊള്ളാം, അടിപൊളി. അതെ അതെ അതെ, പഴയ കാലത്ത് അല്ല അവർ കൊണ്ടുവന്നായിരിക്കും, എനിക്കറിയാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇത് അതെ, ഇത് രാജ്ഞിയും രാജാവൊക്കെ പോകുന്ന വണ്ടി. അതെ, ഇത് ഈ വണ്ടിക്കുണ്ടല്ലോ, ഈ വണ്ടിക്കൊന്നും ഇപ്പം വില മതിക്കുകയില്ല. കാരണം അത് അത്ര ഇത് കണ്ടോ, അതിന് ഹിസ്റ്ററി എഴുതി വെച്ചേക്കുന്നല്ലോ, ഈ ഡിസൈനും കാര്യങ്ങളും. ഇത് കണ്ടില്ലേ, ഹഡ്സൺ. എന്നതാ സംഭവം അല്ലേ, അതിനകത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടില്ലേ, പോഷായിട്ട് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നു. നോക്കിയേ, എല്ലാ സംഭവങ്ങളുണ്ട്, അടിപൊളി. ഇപ്പം ഇതൊക്കെ കൊടുക്കുകയാണേ ഉണ്ടല്ലോ, എന്നാ പൈസ കിട്ടുമെന്നറിയോ. ഫുൾ സീറ്റ് അല്ല, 3 പേർക്ക് ഇരിക്കാം, പുറകിലും ഇരിക്കാം. ഭയങ്കര സ്പേഷ്യസ് വണ്ടി ഡോഡ്ജാണ്. നമുക്കുമായിട്ട് ചെറിയൊരു ബന്ധമല്ല, എൻ്റെ വണ്ടിയും ഡോഡ്ജാണ്. പക്ഷെ ഒരു കുഴപ്പം, ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ ഡോഡ്ജ് D2 1936 6 സിലിണ്ടറാണ്, 25.35 ഹോഴ്സ് പവർ ഉണ്ട്. അസംബിൾഡ്, ഓസ്ട്രേലിയ അസംബിൾ ചെയ്ത സാധനം. അത് ബോഡി ബൈ TJ റിച്ചർഡ്, സൗത്ത് ഓസ്ട്രേലിയ. എന്നതല്ലേ, അതിൻ്റെ ഇതാണ് 1936 കൊള്ളാം അല്ലേ, അടിപൊളി. അതെ അതെ അതെ, 1915 മോട്ടോർ സൈക്കിൾ ഉണ്ടോ, 1915 ഏരിയൽ. അതിന് സംഭവം പടൽ സ്റ്റീമർ. നമ്മൾ നാളെ HQ പോയല്ലേ, അതാ സംഭവം അല്ലേ. അതിൻ്റെ വലിയ ബോട്ടാന്ന് തോന്നുന്നു. നമ്മൾ 2 നിലയുള്ള തന്നെ പോലെ അല്ലേ. ഇത് ഭയങ്കര, അത് ആർട്ട് വർക്ക് ചെയ്തവരെ സമ്മതിക്കണം അല്ലേ. ഇതുപോലുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ എന്തുമാത്രം ഉണ്ട് അല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാനായിട്ട്. ഇത് പഴയ ലിമോസിനാന്ന് തോന്നുന്നു കേട്ടോ ബിബിനെ അല്ലേ, എനിക്ക് തോന്നുന്നു. ഒരു പിടുത്തം കിട്ടുന്നില്ല. അതെ, നോക്കിയേ, അടിപൊളി അല്ലേ. ഫ്രണ്ട് എത്ര പേർക്ക് ഇരിക്കാനകത്തല്ലേ,
ഒരു വളമൊക്കെ തിരിയാണെങ്കിൽ പണിയായി ഇപ്പൊ അല്ലേ? അത് തന്നെയാ തോന്നുന്നു. അതൊന്നും ഡിസ്പ്ലേയിലൊന്നും എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാമായിരുന്നു. അമ്മ പൊളി ഏതായാലും അതിനകത്ത് കയറി കാറെല്ലാം കണ്ടപ്പോൾ ജിഷയ്ക്ക് താല്പര്യമില്ല. ജിഷയ്ക്ക് താല്പര്യമുള്ള ഒരേ ഒരു കാര്യം ഈ പൂക്കളാണ്. ഈ പൂക്കളുടെ വീഡിയോ, ഈ പൂക്കളാണ് ജിഷ മുഴുവൻ എടുത്തോണ്ട് നടന്നത്. ഇത് കാണാത്തത് നിങ്ങൾ മൊത്തം നോക്ക്, മൊത്തം അതിന്റെ കളറുകൾ അതൊരിക്കലും കാണാത്ത പീസുകളാണ്. ഞങ്ങള് ശകലം എടുത്തുള്ളൂ. എന്റെ കണ്ണുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റും. അതല്ല ഇത് പിഞ്ചാച്ചിട്ട് ഇടുകയല്ല പൂവിന്റെ കാര്യമൊന്നും. പൂ ശകലത്തേക്ക് ഇടും. പക്ഷെ ഞാൻ എനിക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ്. പൂ ഭയങ്കര രസമാണ്. നല്ല വ്യത്യസ്തമായത് ഇതാവുമ്പോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അനുവിനും വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലിമോസിൻ പോണക്കുള്ള കാറുകളൊക്കെ ഇഷ്ടപ്പെടും. അനു ലിമോസിൻ മേടിച്ചു കൊടുക്കുന്ന ഞാൻ ആരായിരുന്നു? അതെ, ഇത് നമ്മുടെ നാട്ടിലെ ഈ മറ്റേതുണ്ടല്ലോ ബീവിനെ, പെട്ടിയോട്ടമല്ല, ഈ ഒരു 3 വണ്ടി ഇതുള്ള നാനോക്കാർ, ഏകദേശം അതേ മോഡലുള്ള ഒരെണ്ണം സംഭവം. ഏകദേശം അത്രയും വലിപ്പമുള്ള ഒരു നാനോക്കാർ പോകണം. ഫോട്ടോഷൂട്ടാണ്. ബാക്കി ഈ 2 പിള്ളേരെ നമ്മുടെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ ഇതിനു വേണ്ടി പോയേക്കാണ്. അവിടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയല്ലേ? ഹെയർ സ്റ്റൈൽ മാറ്റി കണ്ടോ? ഹെയർ സ്റ്റൈൽ മാറ്റുമ്പോൾ തന്നെ അവൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഇനി അടുത്ത് ഇവിടെ കൂടെ വേണം എനിക്ക് ഡാൻസ് കളിക്കാനായിട്ട്. ലേഡി, നമുക്ക് ഡാൻസ് കളിക്കണ്ടേ? ജിജ എങ്ങനെയാ ട്രീറ്റ് ഓഫ് പിള്ളേർക്ക്? ആണല്ലേ? ഞങ്ങൾ പോയി, ഞാനും ബീവിനൊക്കെ പോയി കാർ മ്യൂസിയം കണ്ടു. അത് അടിപൊളിയായിരുന്നു. തൊട്ടപ്പുറത്ത് പഴയ കാറുകളെല്ലാം. പിള്ളേർ നീ എൻജോയ് ചെയ്തോടി? ചെയ്തോ? ആ, യു വാണ്ട് ടു സ്റ്റേ ഹിയർ? ആണോ? 2 പേര് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഇപ്പൊ 4ാമത്തെ ഐസ്ക്രീം അതുകൂടെ കഴിക്കുമല്ലേ? ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്ട്രിക്റ്റ് ഡയറ്റാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാം ഓവറോൾ പരിപാടികളെല്ലാം അടിപൊളിയല്ലേ? അനു ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞിട്ട് അനു വീണ്ടും കഴിക്കുന്നു. അനു ഇപ്പോൾ എത്രാമത്തെ ഐസ്ക്രീം ഏത്? 3ാമത്തെ? 2ാമത്തെ അല്ലേ? നമുക്കെന്നാൽ പതുക്കെ വീട്ടിലോട്ട് വിട്ടാലോ? എല്ലാം പോയേക്കാം. അപ്പോഴത്തേ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നേരെ വീട്ടിലോട്ട് പോവാണ്. കൂടുതൽ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇതിനകത്തൊക്കെ ആയി പോയതുകൊണ്ടേ. ഞാൻ പറയാം, കൂടുതൽ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് വിട്ടാലോ? അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം ഇത് ഈ പറഞ്ഞ കണക്ക് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താൻ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.